സായിപ്പിന് ഓൻ ഒരു ഭാര്യയും കുട്ടിയായിട്ട് ഓൻ വേറെ ഒരു ഇതിനും നിൽക്കാണ്ട് ഓൻ്റെ ഫാമിലി ഓൻ്റെ ഗെയിം പ്ലേ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലാണ്ട് ഓൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അത്രയും ഫീലായിപ്പോയി. ഞാൻ കാര്യം പറയാം, ഞാൻ ഇന്ന് ഓൻ്റെ ഭാര്യനോട് അടക്കം സംസാരിച്ചു. ഓക്കെ, സായിപ്പിൻ്റെ പുള്ളിക്കാര്യം എന്നെല്ലാം പറഞ്ഞാൽ ഒരിക്കലും സായിപ്പ് പറയുന്ന പോട്ടെ, സായിപ്പിൻ്റെ ഭാര്യ ഒരിക്കലും കള പറയില്ല. അങ്ങനെ കള പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇപ്പം ഇതുള്ള പോലെയല്ല. ഇപ്പം ഇവരെല്ലാം എൻ്റെ കൂടെ വന്നത് ഇപ്പോഴാണ് മനസ്സിലായി. സായിപ്പിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവള് 9ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള, അതായത് സായിപ്പ് ഒന്നും അല്ലാത്ത സമയത്ത് പച്ചക്കറി വെക്കാൻ പോകുമ്പോൾ സായിപ്പിന് ഒന്നിച്ച് പോകുന്ന അത്രയും ഒന്നും അല്ലാത്ത സമയത്ത് അവൻ്റെ കൂടെ ഉള്ളത്. ആ പെണ്ണ് കള പറയുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല. ഓക്കെ, ഞാൻ സംസാരിച്ച വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി 100% സായിപ്പിൻ്റെ ഭാഗത്താണ് ന്യായം. മിസ്റ്റേക്ക് ആദിൻ്റെ ഭാഗത്താണ്. മിസ്റ്റേക്ക് 100% ആദിൻ്റെ ഭാഗത്താണ്. അതിൽ എനിക്ക് ഒരു ഇതും പറയാനില്ല, അതിൽ എനിക്ക് ഒരു ന്യായീകരണവും പറയാനില്ല. ഓക്കെ, അത് നീ തന്നെ പബ്ലിക്കിൽ അത് അപ്പോളജൈസ് ചെയ്യണം. പറ്റും ഒരു സ്റ്റോറി ഇടണം ഓനെ കുറിച്ച് ഇത് ഇങ്ങനെ ഇതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നീ തന്നെ അത് ഇതാക്കണം. പറ, ഇതിനെ കുറിച്ച് പറയാം. ഈ ചെക്ക, ഈ പൊട്ടൻ ചെക്ക, എന്തിനാ ബിസിനസ് ചെയ്യാൻ അറിയാൻ എനിക്കറിയില്ല. ഈ ചെറിയ വയസ്സിൽ ഈ 10-20 വർക്കേഴ്സിനെല്ലാം വെച്ച് ഇങ്ങനെ ലക്ഷങ്ങൾ വെച്ച് ഇവൻ ബിസിനസ് ചെയ്യാം. ഈ പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കാൻ അറിയില്ല, ഒരു കാര്യം ഡീൽ ചെയ്യാൻ അറിയില്ല. ആ സായിപ്പായിട്ട് സംസാരിച്ചപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൂ. അതാണ് ഒരു റീസൺ. ഒരാളെ കരിയർ കളയാനുള്ള കാര്യമാണ് ലൈവില് പറഞ്ഞത്. അതിൽ കാര്യം എന്ത് കാര്യം, ഒരു കാര്യവും ഇല്ല. കറണ്ടൊന്നും കാര്യമില്ല, മനസ്സിലായി. കറണ്ടൊന്നും കാര്യമില്ല. ഈ കാര്യത്തിൽ ഞാൻ കാര്യം പറയല, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവും. അതെന്ന് വെച്ചാൽ